വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനുമായി ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്നത്. അതേ ഇതാ നമ്മുടെ നടുവിലേക്ക് യേശു കടന്നു വരികയാണ്. ഏറ്റവും മുഖ്യ സ്ഥാനത്ത് തന്നെ ഇരുന്നു. അടുത്തതായി കടന്നു വരുന്നു കേരളത്തിലെ പ്രമുഖ സഭാ കൺവെൻഷനുകളിൽ കടന്നു വരികയും കേരളത്തിന്റെ ഇരട്ടച്ചങ്കനായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കേരളത്തിൽ അധികാരം നടത്തിയ നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി ഇതാ നമ്മുടെ നടുവിലേക്ക് കടന്നു വരുന്നു. ഇരട്ടച്ചങ്കൻ എന്ന് സ്വയം അവകാശപ്പെടുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുന്നത് കണ്ടിട്ടേ മന്ത്രി ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുക്കും. വലിയ പ്രശ്നക്കാരനാ, മാറിക്കൊടുക്കുക. ആരാധകരുടെ കണ്ണഞ്ചിപ്പിച്ച് പ്രായത്തെ വെറും സംഖ്യയാക്കിക്കൊണ്ട് ഇന്നും താരം ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയ ഐശ്വര്യ റായ്. ലോകസുന്ദരി വന്നിരിക്കുന്നത് കണ്ടില്ലേ? അങ്ങേക്കാട്ടിലും രണ്ടിരട്ടി സൗന്ദര്യമുള്ള വ്യക്തിയാണ്. ഒന്ന് മാറിക്കൊടുക്കുക. അടുത്തതായി കടന്നു വരുന്നു തൂവെള്ളയിൽ കേരളം മുഴുവൻ ഓടിയ ചെമ്മണ്ണൂരിന്റെ സ്വന്തമായ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഓച്ചെ എന്നറിയപ്പെടുന്ന മുടിചീരാൻ മടിയുള്ള ബോബി ചെമ്മണ്ണൂർ. ദരിദ്രനെ പോലെ വേഷം ധരിക്കുകയും രാജകീയ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂർ ഇതാ നമ്മുടെ വേദിയിലേക്ക് ഓടിച്ചാടി വരുന്നു. ഇത്രയും ആവേശത്തോടെ ഓടിച്ചാടി വരുന്ന ബോച്ചയെ കണ്ടില്ലേ? ബോച്ചയ്ക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുക്കൂ. അടുത്തതായി വരികയാണ് കോൺഗ്രസ് പാർട്ടിയിലെ ഗാന്ധി കുടുംബത്തിലെ ധീരവനിത. ഭരണപക്ഷത്തിന്റെ അധർമ്മങ്ങളെയും അനീതികളെയും ധീരതയോടെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ നേതാവ് സോണിയാഗാന്ധി ഇതാ കടന്നു വരികയാണ്. ധീരവനിത എഴുന്നേണ്ട ഇരിപ്പിടത്തിൽ യേശു എന്തിനാണ് കയറിയിരിക്കുന്നത്? മാറിക്കൊടുക്കുക. വ്യാജ ആത്മാക്കളുടെ ലോകമെമ്പാടും തീ കത്തിച്ച് ആളുകളെ വഞ്ചിച്ച് പണം തട്ടിയെടുക്കുന്ന ഫോൾസ് പ്രൊഫറ്റ് ജൂഡ് ഫ്രം ജമൈക്ക. ഭൂതം ഭാവി വർത്തമാനം എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നാമത്തുമ്പിൽ സമാനമായിരുന്ന ഫോൾസ് പ്രൊഫറ്റ് ജൂഡ് ഫ്രം ജമൈക്ക ഇത് എവിടെയും തീ കത്തിക്കാൻ കടന്നു വരുന്നു. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുന്നല്ലേ? ആൾക്കാർക്ക് യേശുവിനെക്കാളും ഇഷ്ടം അദ്ദേഹത്തെയാണ്. ഈ ഇരിപ്പിടം അദ്ദേഹത്തിനെയാണ്. മാറിക്കൊടുക്കുക. അടുത്തതായി നമ്മുടെ നടുവിലേക്ക് സ്പെഷ്യൽ അതിഥി കടന്നു വരുന്നു. ഷെയ്ഖ് അൽ ജാബർ അൽ സാബ അൽ മഹദൂർ. 3 ഭാര്യമാരും 20 എണ്ണ കമ്പനികളും സ്വന്തമായിട്ടുള്ള ഷെയ്ഖ് അൽ ജാബർ അൽ സാബ അൽ മഹദൂർ മരുഭൂമിയിലെ ചൂടിൽ നിന്നും ഒട്ടകങ്ങളിടയിൽ നിന്നും അറബ് രാജ്യങ്ങളെ തന്റെ കൈകളിൽ സ്വാധീനം കൊണ്ട് അമ്മാനമാണ് ഈ വ്യക്തിത്വം നമ്മുടെ സഭയിലും എത്തിച്ചേർന്നിരിക്കും. യേശുവിനെ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന വ്യക്തിയൊന്നും അല്ല ഇത് വന്നിരിക്കുന്നത്. ഇത് പണത്തെ മെത്തയാക്കി കിടന്നുറങ്ങുന്ന അറബിന്റെ രാജാവാണ്. മാറ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഭരണാധികാരിയായി ലോകമൊന്നും ചുറ്റി സഞ്ചരിച്ച് ഭാരത്തെ ലോകരാഷ്ട്രങ്ങളിൽ താമരയെ പോലെ വെള്ളത്തിലാക്കാൻ ശ്രമിക്കുന്ന വളരെ ചിലവ് ചുരുക്കി ജീവിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിൽ ഇന്ത്യയെ വാനോളം ഉയർത്തിയ മോദിജി തന്നെ ഇവിടെ ഇരിക്കണം. യേശു അങ്ങോട്ട് മാറും. അടുത്തതായി കടന്നു വരുന്നു കേരളത്തിന്റെ വാനമ്പാടിയായ നമുക്ക് ഏവർക്കും സുപരിചിതയായ KS ചിത്ര. അതിന്റെ മാതിരി കൊണ്ട് പ്രേക്ഷകരുടെ ഉള്ളം കവർന്നെടുത്ത ജനപ്രിയ ഗായിക ചിത്രശലഭം പോലെ പാറി പറന്ന് നമ്മുടെ ഇടയിലേക്ക് പറന്നു വരുന്നു. മലയാളികളുടെ ആസ്ഥാന ഗായികയായ KS ചിത്രയാണ് ഈ വേദിയിൽ ഇരിക്കേണ്ടത്. ഇത്രയും മുഖ്യ അതിഥികൾ ഇവിടെ ഉള്ളപ്പോൾ യേശുവിന്റെ ആവശ്യം ഇവിടെയില്ല. ഇവിടുന്ന് മാറും. ദൈവജനമേ, ഇതാണ് നമ്മുടെ സഭകളിൽ നിന്ന് നടക്കുന്നത്. ലോക മനുഷ്യർക്ക് നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളെ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയ യേശുവിന്റെ സ്ഥാനം ഇല്ലാതാവുകയാണ്. നമ്മുടെ ഇടയിൽ ഇന്ന് രാഷ്ട്രീയക്കാർ, സ്വാധീനമുള്ളവർ, കള്ളപ്രവാചകന്മാർ എന്ന് തുടങ്ങിയ സിനിമാ താരങ്ങൾ വരെ കടന്നു കൂടിയിരിക്കുകയാണ്. എന്നാൽ യേശു പുറന്തള്ളപ്പെട്ടു. തലയില്ലാത്ത ശരീരം പോലെയായി ഇന്നത്തെ ക്രിസ്തീയ ജീവിതം. ജഡീക മനുഷ്യരുടെ മാതൃകയായി ജനം പോകുമ്പോൾ നമുക്ക് മാതൃക തന്നിട്ട് പോയിരിക്കുന്ന യേശുവിനെ നാം മറക്കുന്നു. 1 പത്രോസ് 2:21 ഇപ്രകാരം പറയുന്നു, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിച്ചു പോയിരിക്കുന്നു. അതിനാൽ നമ്മുടെ കർത്താവിനെ മാതൃകയായി ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ